ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഉപ്മാവ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇതുപോലെ പിന്നെ ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കണത്. പിന്നെ കുട്ടികൾക്കൊക്കെ വെച്ചാൽ നമ്മൾ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഉപ്മാവ് ഉണ്ടല്ലോ, അതേ ടേസ്റ്റ് തന്നെയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അത് ആ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പാണ്. അതെടുത്തിട്ട് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിതാ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുതിർത്തി വെക്കുകയൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ കുക്കറിൽ ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഫസ്റ്റ്. അപ്പോൾ നന്നായി ചൂടായി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അത് ഗോതമ്പ് ഇങ്ങനെ പൊട്ടി വരുന്ന സൗണ്ട് ഇതിൽ നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, പിന്നെ കറിവേപ്പിലും, പിന്നെ ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മുരിങ്ങയില, ഞാൻ ഒരു പിടി മുരിങ്ങയിലും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ക്യാരറ്റും കൂടി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അത്. അപ്പോൾ ഇനി അതെല്ലാം നമുക്ക് ഇനി ഒന്ന് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്കറിൽ കുറച്ച് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയ വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 പിഞ്ച് ചെറുപയർ പരിപ്പും പിന്നെ ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 2 പിഞ്ച് തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി അതിലേക്ക് ബാക്കി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വയറ്റൊന്നും വേണ്ട, ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ നമുക്കത് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് പൊട്ടാറ്റോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ചും ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ വെജിറ്റബിൾസ് തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്കപ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. ഇനി നമുക്ക് ഫൈനലായിട്ട് നമുക്ക് മുരിങ്ങയുടെ ഇല കൂടി ആഡ് ചെയ്യാണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നന്നായി യോജിപ്പിച്ച ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 2.5 കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്, ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്നും തിളക്കണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നന്നായി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഗോതമ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കട്ടെ. വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി കുക്കർ മൂടി വെച്ച ശേഷം നമുക്ക് 2 വിസിലാണ് അടിക്കേണ്ടത്. 2 വിസിലടിച്ച ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടിടുന്നുണ്ട്. ഇനി അതിൻ്റെ മുഴുവൻ പ്രഷറും പോയ ശേഷമാണ് ഞാനത് കുക്കർ തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മുഴുവൻ പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്മാവായി കിട്ടും. ചൂടോടെ ആകുമ്പോഴാണ് നമുക്കൊരു പശ പോലെ ഉണ്ടാവുക കുക്കറിൽ വെച്ച കാരണം. പക്ഷെ ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള ഉപ്മാവ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.